ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മളിപ്പോൾ കമ്പനി ബോർഡ് LGS എന്ന് പറയുന്ന PSCയുടെ ഒരുപാട് ഒഴിവുകളുള്ള ഒരു തസ്തികയ്ക്ക് ലക്ഷ്യം വെച്ച് പഠനം ആരംഭിച്ചു. നമ്മൾ സ്മാർട്ട് സ്റ്റഡി പ്ലാൻ ആണ് പിന്തുടരുന്നത്. ഇവിടെ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്ന 4 മേഖലയുണ്ട്. ഒന്ന്, PSC ബുള്ളറ്റിനിൽ നിന്നുള്ള ആനുകാലികം, അന്നന്നത്തെ പത്രവാർത്തകളിൽ നിന്നുള്ള ആനുകാലികം, അതിനുശേഷം SCERT പുസ്തകം, മൂന്നാമത് കണക്കിന് മാർക്ക് സ്കോർ ചെയ്യാൻ നമ്മുടെ സിലബസിനെ അടിസ്ഥാനമാക്കി മുൻവർഷങ്ങളിൽ ആവർത്തിച്ചിട്ടുള്ള വ്യത്യസ്ത തരം കണക്കുകൾ, നാലാമതായിട്ട് മുൻവർഷ ചോദ്യപേപ്പർ. ഈ 4 കാര്യങ്ങളാണ് നമ്മുടെ ചാനലിൽ പഠിപ്പിക്കുന്നത്. ഒരു LGSൻ്റെ പരീക്ഷയിൽ നല്ല റാങ്ക് നേടാൻ ഈ 4 കാര്യങ്ങൾ പഠിച്ചാൽ മതി എന്നതിൻ്റെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം നടന്ന, അതായത് സെപ്റ്റംബർ 20 നടന്ന PSCയുടെ പ്രസ്മാൻ ദഫേദാർ ആയ LGS തസ്തികകളിലേക്കുള്ള പരീക്ഷ. ചോദ്യപേപ്പറും ഉത്തരകയും ഞാൻ വിശകലനം ചെയ്തു. അതിനുശേഷം കറണ്ട് അഫെയർ വന്നിരിക്കുന്ന PSC ബുള്ളറ്റിൻ്റെ മേഖലകൾ, എന്ന് മുതൽ എന്ന് വരെയുള്ള കറണ്ട് അഫെയർ ചോദിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നോക്കാൻ പോകുന്നത് ആ ഒരു പ്രത്യേക ചോദ്യപേപ്പറിൽ SCERT പാഠഭാഗങ്ങൾക്ക് എന്ത് പ്രസക്തി ഉണ്ടായിരുന്നു. എല്ലാ ചാപ്റ്റേഴ്സും ഞാൻ നോക്കിയിട്ടില്ല. വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ മാത്രമാണ്. ആ ഒരു സെൻറ്റൻസ് പോലും ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് അങ്ങനെ തന്നെ ചോദിച്ച ചില ചോദ്യങ്ങൾ, അത് മാത്രമാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും 5 മുതൽ 10 വരെ ക്ലാസ്സുകളിലെ SCERT പാഠഭാഗം പഠിച്ചാൽ സയൻസിന് മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാനൊക്കും. സോഷ്യൽ സ്റ്റഡീസിൻ്റെ ഏകദേശം പ്രയാസമുള്ള മേഖലകളിലെ മാർക്കുകളെല്ലാം സ്കോർ ചെയ്യാനൊക്കും. ബാക്കിയൊക്കെ നിങ്ങൾക്ക് മുൻവർഷ ചോദ്യപേപ്പറിൽ നിന്ന് കിട്ടും എന്നത് ഷുവറാണ്. അപ്പോൾ ധൈര്യമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കമ്പനി ബോർഡ് LGS പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ മുന്നോട്ട് പോവുക. ഒരു ചോദ്യം ഇതായിരുന്നു: ഉദരാശയത്തെയും ഔരസാശയത്തെയും വേർതിരിക്കുന്ന പേശി നിർമ്മിത ഭിത്തി. SCERTയുടെ 7ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററാണ് ഡയഫ്രം എന്നതായിരുന്നു ആ ചോദ്യത്തിൻ്റെ ഉത്തരം. അടുത്തത് ചോദിച്ചത് സങ്കര ഇനം വിത്തുകളിൽ താഴെ തന്നിരിക്കുന്നതിൽ ശരിയേത് തെറ്റേത് എന്നാണ് ചോദിച്ചത്. ഇതിൽ ഒരെണ്ണം എക്സ്ട്രാ വന്നത് തക്കാളിയുടെ സങ്കര ഇനമായ അക്ഷയയാണ്. പിന്നെ മുളക് ഉജ്ജ്വല, നെല്ല് പവിത്ര, വെണ്ട കിരൺ, അങ്ങനെയുള്ള ചില ചോദ്യങ്ങളാണ് ഇന്നലെ സങ്കര ഇനം എന്നുള്ള ആ ചോദ്യത്തിൽ വന്നത്. അടുത്തത് അന്തരീക്ഷത്തിലെ ഓക്സിജൻ്റെ ശതമാനം. കൃത്യമായിട്ട് SCERTയിൽ 20.9 എന്ന് തന്നെയുണ്ട്. നേരത്തെ നൈട്രജൻ 78, ഓക്സിജൻ 21 അങ്ങനെയായിരുന്നു പഠിച്ചു പോകുന്നത്. ഇപ്പോൾ SCERT പാഠഭാഗത്തിൽ ഇത് 7ാം ക്ലാസ്സിലെ ടെക്സ്റ്റാണ്. അതിൽ പറഞ്ഞിട്ടുണ്ട് ഓക്സിജൻ 20.9. SCERT ഓരോ ദിവസവും നമ്മുടെ ഓരോ വീഡിയോ ഉണ്ട്, ചാനലിൽ പ്ലേലിസ്റ്റ് ഉണ്ട്, നിങ്ങളൊന്ന് കയറി കണ്ടു നോക്കുക. അടുത്ത ചോദിച്ച ചോദ്യമാണ് കൊഴുപ്പടിഞ്ഞ് രക്തധമനികളുടെ വ്യാസം കുറയുമ്പോൾ ഉണ്ടാകുന്ന രോഗം. അമിത രക്തസമ്മർദ്ദമാണ് രക്തധമനികളിൽ കൊഴുപ്പടിഞ്ഞ് വ്യാസം കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം. ഇത് പൊതുജനാരോഗ്യത്തിലും പറയാം, ജീവിതശൈലി രോഗങ്ങളിലും പറയാം. പക്ഷേ ചോദ്യം SCERT ആണ്. അടുത്ത ഒരു ചോദ്യം സെൻറ്റൻസ് പോലും ഇങ്ങനെ തന്നെയായിരുന്നു: ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായി രക്തനഷ്ടം ഉണ്ടാകുന്ന രോഗാവസ്ഥയെ വിളിക്കുന്ന പേര്. ഹീമോഫീലിയ എന്നാണ് ആ രോഗാവസ്ഥയെ വിളിക്കുന്ന പേര്. സെൻറ്റൻസ് പോലും ഇതേ രീതിയിലെടുത്താണ് പരീക്ഷയ്ക്ക് ചോദിച്ചത്. പിന്നെ ചോദിച്ചത് ക്ഷയരോഗത്തിൻ്റെ പ്രതിരോധ കുത്തിവയ്പ്പ്. ക്ഷയരോഗത്തിന് ഉപയോഗിക്കുന്ന പ്രതിരോധ കുത്തിവയ്പ്പാണ് BCG വാക്സിൻ. ഇവിടെ ക്ഷയരോഗം ഉണ്ടാക്കുന്ന ബാക്ടീരിയ മൈക്രോബാക്ടീരിയം ട്യൂബർകുലോസിസ് തുടങ്ങി പരീക്ഷയ്ക്ക് പിന്നെയും ചോദിക്കാനുള്ള അനേകം ചോദ്യങ്ങൾ ഈ ഒരു പ്രത്യേക ബോക്സിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ഇനിയും പൊതുവിജ്ഞാനം. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. പറഞ്ഞ ചോദ്യം ഇതാണ്: താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വായിച്ച ശേഷം ഇത് ഏത് നിയമമാണെന്ന് കണ്ടെത്തുക എന്നതായിരുന്നു ചോദ്യം. കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കും അധികാരം വിഭജിച്ചു. 321 വിഭാഗങ്ങൾ, 10 പട്ടികകൾ, ദുർബല വിഭാഗം, സ്ത്രീ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ. ഇത് ഏത് ആക്ട് ആണെന്നായിരുന്നു ചോദ്യം. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. ഇത് നമ്മുടെ SCERT പാഠപുസ്തകത്തിലെ ചോദ്യമാണ്. അതുപോലെ തന്നെ ഒരു ചോദ്യമാണ് ഭരണഘടനാ നിർമ്മാണ സഭയെക്കുറിച്ച് ശരിയായത് തെറ്റായത്. നിർമ്മാണ സമിതി ആദ്യ സമ്മേളനം,
തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷനാരെ, ഭരണഘടന നിലവിൽ വന്നതെന്ന്, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ, നിർമ്മാണ കാലയളവ്. ഇത് ഡയറക്റ്റ് SCERT പുസ്തകത്തിൽ നിന്നുള്ള ചോദ്യമാണ്. ഈ രീതിയിൽ നമുക്കൊരു ആനുകാലികം കൂടി അവിടെ നിന്ന് വന്നു. ഹരിത കേരള മിഷൻ്റെ പദ്ധതി, ജലാശയങ്ങൾ സംരക്ഷിക്കാനുള്ള പദ്ധതി, ഇനി ഞാൻ ഒഴുകട്ടെ. അങ്ങനെ അനേകം ചോദ്യങ്ങൾ SCERTയെ ആസ്പദമാക്കി വരുന്ന ഒരു പ്രവണത കാണുന്നത് കൊണ്ട് തന്നെ SCERT പാഠപുസ്തകങ്ങൾക്കുള്ള പ്രാധാന്യം അതേ രീതിയിൽ മനസ്സിലാക്കി പഠിക്കുക. അത് സിലബസ് അനുസരിച്ച് പഠിക്കാൻ പറ്റുക എന്ന് പറയുമ്പോൾ 5, 6, 7, 8, 9, 10 എല്ലാ ക്ലാസ്സുകളിലെയും പാഠപുസ്തകങ്ങൾ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ആ പാഠപുസ്തകങ്ങൾ മാറ്റം വന്നതുകൂടി ഉൾക്കൊണ്ട് തന്നെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. പുതിയ പാഠപുസ്തകങ്ങൾ ഒന്നൊന്നായി പഠിക്കുക. സയൻസ് പഠിക്കുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ മുഴുവൻ ചാപ്റ്ററുകളും പഠിക്കണം. മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതുധാരണ എന്നും പറഞ്ഞാണ് ഒരു സിലബസ്. അതിലെന്ത് വേണമെങ്കിലും ചോദിക്കാം. അതുകൊണ്ട് 5 മുതൽ 10 വരെ ക്ലാസ്സുകളിലെ എല്ലാ ചാപ്റ്ററും പഠിക്കണം. നമ്മളിപ്പോൾ ആദ്യത്തെ 2-3 ക്ലാസ് പഠിപ്പിച്ചു, 2-3 ചാപ്റ്ററുകൾ പഠിപ്പിച്ചു. ഒരു ദിവസം ഒരു ചാപ്റ്റർ എന്ന നിലയ്ക്കാണ് നമ്മൾ പഠിപ്പിച്ചു പോകുന്നത്. ഇനി പൊതുവിജ്ഞാനത്തിലേക്ക് വരുമ്പോൾ സിലബസ് അടിസ്ഥാനത്തിൽ പഠിച്ചാൽ മതി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ബന്ധപ്പെട്ട വസ്തുതകളുള്ള ചാപ്റ്ററുകൾ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുമായി ബന്ധപ്പെട്ട വസ്തുതകൾ, ഭരണഘടനയുമായി ബന്ധപ്പെട്ട വസ്തുതകൾ, കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട വസ്തുതകൾ, ഇങ്ങനെ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ ഭൂമിശാസ്ത്രം, കേരള ഭൂമിശാസ്ത്രം, അങ്ങനെ ഏത് ചാപ്റ്റേഴ്സ് ഉണ്ടോ ആ ചാപ്റ്റേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്തായിട്ടായിരിക്കും നമ്മൾ പഠിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ LGS ആണ് നിങ്ങളുടെ ലക്ഷ്യം. കമ്പനി ബോർഡ് LGS, വേരിയസ് LGS, ഇത് രണ്ടും ലക്ഷ്യം വെച്ചിട്ടുള്ളവർ ഉറപ്പായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഓരോ വിഭാഗത്തിൽ നിന്നും ഏതൊക്കെ രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാം എന്നുള്ളതിൻ്റെ ഉത്തമ തെളിവാണ് നമ്മുടെ സ്മാർട്ട് സ്റ്റഡി പ്ലാൻ. നമ്മൾ നല്ല രീതിയിൽ പഠിക്കുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.